കൺവെൻഷണൽ ആയാലും റോബോട്ടിക് ആയാലും നമ്മുടെ ഈ നീ ഓപ്പൺ ചെയ്യുന്നതും ഇതിൽ സാധനങ്ങൾ വെക്കുന്നതും റീപ്ലേസ് ചെയ്യുന്നതും എല്ലാം ഫിസിക്കലി ആയിട്ടല്ലേ, മാനുവലായിട്ട് തന്നെ അല്ലേ? റോബോട്ടിക്സിൽ വേറെ എന്തെങ്കിലും മെഷീനറി ഉപയോഗിച്ചിട്ടാണോ? ദാറ്റ് ഡിപ്പെൻസ്. നിങ്ങൾ ഏത് ടൈപ്പ് റോബോട്ടാണ് യൂസ് ചെയ്യുന്നതെന്നനുസരിച്ചാണ് ഈ ചോദ്യത്തിന് ഉത്തരം വരുന്നത്. ഫുള്ളി ഓട്ടോമേറ്റഡ് റോബോട്ട് ആണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും റോബോട്ടിന് ഫീഡ് ചെയ്തതിന് ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴും സർജൻ തന്നെ ആയിരിക്കും. നീ ജോയിൻ്റ് ഓപ്പൺ ചെയ്യുന്നതും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം സർജൻ തന്നെ ആയിരിക്കും. ഈ ബോൺ കട്ട്സ് എടുക്കുന്നതാണ് റോബോട്ടിൻ്റെ ബോൺ കട്ടർ ഡിസൈഡ് ചെയ്യുന്നതും ബോൺ കട്ട് പെർഫോം ചെയ്യുന്നതിലുമാണ് നമ്മൾ റോബോട്ടിനെ യൂസ് ചെയ്യുന്നത്. ഫുള്ളി ഓട്ടോമേറ്റഡ് റോബോട്ട്സ് ഉണ്ട്. അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഫീഡ് ചെയ്തതിന് ശേഷം സർജൻ അതിനെ സൂപ്പർവൈസ് ചെയ്യത്തേ ഉള്ളൂ. റോബോട്ട് വിൽ ടേക്ക് ഓൾ ദ കട്ട്സ്. ഇനി റോബോട്ട് അസിസ്റ്റഡ് ആമുള്ള റോബോട്ട്സ് ഉണ്ട്. അതാണ് കുറച്ചുകൂടെ അഡ്വാൻസ്. കാര്യം എപ്പോഴും സർജൻ അതിൽ കൂടുതൽ നിയന്ത്രണമുണ്ട്. അപ്പം വി വിൽ യൂസ് എ റോബോട്ടിക് ആം. സർജൻ വിൽ യൂസ് എ റോബോട്ടിക് ആം ടു മേക്ക് ഓൾ കട്ട്സ്. അപ്പോഴത്തേക്കും നമ്മൾ റോബോട്ടിനെ ഓവർസീ ചെയ്യുന്നു, റോബോട്ട് നമ്മളുടെ പെർഫോമൻസും ഓവർസീ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് വിൽ ബി മോർ ആക്യുറേറ്റ് സർജൻസ് ഡയറക്റ്റഡ് കട്ട്സ്.